ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇശാങ്കുട്ടൻ അംഗൻവാടിയിലെ പ്രവേശനോത്സവത്തിന് പോയെന്നെടുത്ത വീഡിയോസൊക്കെയാണ്. രാവിലെ തന്നെ നല്ല ഗംഭീര പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതേ നോക്കിയേ, ടീച്ചേഴ്സും കുട്ടികളുടെ അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അണിയിച്ചൊരുക്കിയതാണ് അംഗൻവാടി ഇത്രയും ഭംഗിയായിട്ട്. ഇശാങ്കുട്ടനും കൂട്ടാളികളും അവിടെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് നമ്മുടെ മെമ്പറാണ്. അപ്പോൾ ദേ പിള്ളേർക്കെല്ലാം അവിടെ കസേര ഇട്ട് കൊടുത്തിരുത്തി, പേരൻസിനെല്ലാം ഇവിടെ ബെഞ്ചുണ്ട്. ഇതാണ് ഇശാങ്കുട്ടൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ. അവരുടെ അംഗൻവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറും ഹെൽപ്പറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരെ രണ്ട് അമ്മമാരെന്ന് വേണം പറയാൻ. അത്ര കെയറോടാണ് അവരെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഈ കുഞ്ഞും വേറൊരു കുഞ്ഞുമായിരുന്നു പുതിയതായിട്ട് അംഗൻവാടിയിലേക്ക് വന്നത് ഈ പ്രാവശ്യം. അപ്പോൾ അവർക്ക് ഒരു ബൊക്കെയൊക്കെ കൊടുത്തു, ചെറിയൊരു ബൊക്കെയൊക്കെ കൊടുത്ത് അംഗൻവാടിയിലേക്ക് സ്വീകരിച്ചു. അവരുടെ ആ അന്താളിപ്പൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെമ്പറുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ഈ ബ്ലൂ പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോകുന്ന കുട്ടികൾക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഇത്രയും നാളും പഠിച്ച മറ്റേ അവർക്ക് വിഷമം വരത്തില്ലേ. ഇശാങ്കുട്ടനും കൂട്ടാളികളും ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിങ്ക് പേപ്പർ വെച്ച് പൊതിഞ്ഞത് ഇശാങ്കുട്ടന് ഇനി അംഗൻവാടിയിലുള്ളവരുണ്ടല്ലോ, ഈ വർഷം സ്കൂളിൽ പോകാത്തവർ, അവർക്കുള്ള ഗിഫ്റ്റാണേ. അപ്പം അവർക്കും സന്തോഷമായി, ഇവർക്കും സന്തോഷമായി. പിന്നെ ഇവരുടെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. പുതിയതായിട്ട് അംഗൻവാടിയിലേക്ക് വരുന്നവർ ഇതിനകത്തോടെ ഈ മുഖം വെച്ച് ഫോട്ടോ എടുക്കണം. ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണല്ലേ. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല ഗംഭീര സദ്യ ഉണ്ടായിരുന്നു. മക്കൾക്കും വീട്ടിൽ നിന്ന് വന്ന പേരൻസിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. സത്യത്തിൽ ഇതൊക്കെ മക്കൾക്കാണേലും നമുക്കാണേലും വലിയ നല്ല നല്ല ഓർമ്മകളാണ്.